CPM-ന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും എതിരെയുള്ള ജനവിധിയാണ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞതെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പയ്യന്നൂർ, തളിപ്പറമ്പ് ഉൾപ്പെടെ CPM കോട്ടകൾ UDF പിടിച്ചെടുത്തു. മുഖ്യമന്ത്രി മത്സരിച്ച ധർമ്മടം ഉൾപ്പെടെ CPM ജയിച്ച മണ്ഡലങ്ങളിൽ അവരുടെ ഭൂരിപക്ഷം വൻതോതിൽ കുറഞ്ഞു. പരാജയത്തെ തുടർന്ന് CPM-നകത്ത് കലാപം ഉയരാൻ പോവുകയാണെന്നും CPM തിരുത്താൻ തയ്യാറാകണമെന്നും മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊത്ത് സഹകരിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജില്ലയിൽ അതിഗംഭീരമായ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ 2 ലക്ഷത്തിന്റെ അടുത്ത് വോട്ടിന്റെ കൂടുതൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം വോട്ട് വലിയ കുറവാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. CPM-ന്റെ കോട്ട എന്ന് പറയുന്ന പയ്യന്നൂരിൽ ഇതുവരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA ഇല്ലാത്ത പയ്യന്നൂരിൽ അവിടെ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച സ്ഥാനാർത്ഥി ശ്രീ കുഞ്ഞികൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 10-40 വർഷമായി CPM സ്ഥിരമായി വിജയിക്കുന്ന തളിപ്പറമ്പിലും വലിയ ഭൂരിപക്ഷത്തിന് 12,000 മുകളിലോട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF-ന്റെ പിന്തുണയോട് മത്സരിച്ച TK ഗോവിന്ദൻ മാസ്റ്റർ അവിടെ വിജയിച്ചിരിക്കുന്നത്. മറ്റ് പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ജില്ലയിലെ CPM-ന്റെ കോട്ടകൊത്തളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ധർമ്മടത്ത് തോറ്റുവെങ്കിലും അവിടെ വലിയ മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. 50,000-ഓളം വോട്ടുണ്ടായിരുന്നിടത്ത് 20,000 വോട്ടിലേക്ക് 10,000 വോട്ടിലേക്ക് അത് മാറ്റാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ മട്ടന്നൂരിൽ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മട്ടന്നൂരിൽ നിന്നും 14,000-ലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ CPM-ന്റെ ആധിപത്യമുണ്ട് എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് മാറ്റിമറിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. CPM-ലെ അഴിമതി ഇപ്പോൾ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത് അവിടെ രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റി എന്നതിന്റെ പേരിലാണ്. അദ്ദേഹം അവിടെ ഒരു വ്യക്തമായ കണക്ക് സഹിതം അവിടെ ഹാജരാക്കിയപ്പോൾ അതല്ല കണക്ക്, ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയും ഐക്യ ജനാധിപത്യം അവരുടെ പിന്തുണ കൊടുക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞികൃഷ്ണൻ ജയിക്കുകയാണ്. അത് തന്നെയാണ് സ്വജനപക്ഷപാതത്തിന്റെ പേരിലാണ് തളിപ്പറമ്പിൽ അവിടെ മത്സരം വന്നത്. TK ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കുന്നത്. അപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അവരുടെ തീരുമാനങ്ങളെയൊക്കെ തന്നെ ജനങ്ങൾ CPM-ന്റെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ മാറ്റി വോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് കാണാൻ വേണ്ടി. CPM-നെതിരെ തന്നെ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ അണികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേതൃനിരയിൽ തന്നെ CPM-നെതിരെ നേതൃത്വത്തിനെതിരെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ CPM-ന്റെ ഉള്ളിൽ തന്നെ കലാപം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അത്തരം തീരുമാനങ്ങളുമായി CPM അതുപോലെ തന്നെ ഈ ഭരണം നമുക്കറിയാം 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് ചെയ്ത ജനവിരുദ്ധ നിലപാടുകൾ, അനാവശ്യമായി നടത്തിയ ഒരുപാട് നവകേരള യാത്ര ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ജനങ്ങളുടെ പണം ദൂർത്തടിച്ച്, നികുതി പണം ദൂർത്തടിച്ച് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഖജനാവിൽ പണമില്ലാത്ത സമയത്ത് ഉള്ള പണം മുഴുവൻ
ധൂർത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരുണ്ടാക്കിയത്. എല്ലാ മേഖലകളിലും നമുക്കറിയാം. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ ആശാവർക്കർമാരെ പോലെയുള്ളവരുടെ അവരുടെ കണ്ണീരുണ്ട്. അവര് ദിവസങ്ങളോളം സമരം നടത്തിയിട്ടും ആ സമരത്തെ തിരിഞ്ഞു നോക്കാത്തത് നമ്മൾ കണ്ടതാണ്. അംഗൻവാടി ടീച്ചർമാര്, ഹെൽപ്പർമാര് നടത്തിയ സമരം, നിർമ്മാണ തൊഴിലാളികൾ നടത്തിയ സമരം, ഇത്തരം തൊഴിലാളികൾ നടത്തിയ സമരങ്ങളെയൊക്കെ തന്നെ പാടെ അവഗണിച്ച ഒരു സർക്കാരായി ഈ സർക്കാർ മാറി. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുകയാണ്. അപ്പോൾ CPM-നെ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം, കേരളത്തിലെ CPM എന്ന് പറയുന്നത് അതിന്റെ മുഴുവൻ ഉള്ളത് കണ്ണൂരിലാണ്. കണ്ണൂരിലെടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പിലാക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിയായാലും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയാലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായാലും ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് തന്നെ. ആ ജില്ലയാണ് തകർന്നടിഞ്ഞിരിക്കുന്നത്. CPM-ന്റെ മുഴുവൻ കോട്ടകൊത്തളങ്ങളും പൊളിഞ്ഞടുക്കിയിരിക്കുകയാണ്. യഥാർത്ഥ CPM-മായി പ്രവർത്തിച്ചവരൊക്കെ തന്നെ മാറ്റി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ നമ്മളെ ഇരിക്കൂറിൽ 42,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കണ്ണൂര് 20,000-ന്റെ അടുത്ത് ഭൂരിപക്ഷത്തിന് ജയിക്കും. അപ്പൊ എല്ലാ സ്ഥലത്തിലും CPM-ന് വൻ പരാജയം കേൾക്കേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, നിയമസഭാ ബൈ ഇലക്ഷനുകളിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും എല്ലാം പരാജയപ്പെട്ടിട്ടും ആ പരാജയത്തിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി CPM തയ്യാറായിട്ടില്ല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPM തെറ്റുതിരുത്തി ജനപക്ഷത്തുനിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചാൽ അവർക്ക് നല്ലത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ധാർഷ്ട്യം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ഇത്തരത്തിലുള്ള ഏകാധിപത്യവും ഒന്നും കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നുള്ളത് ആ നേതൃത്വം മനസ്സിലാക്കണം. ഭർത്താവ് മത്സരിച്ച് ജയിച്ചെടുത്ത് ഭാര്യ മത്സരിക്കണമെന്ന് ഉള്ള അത്തരം തീരുമാനങ്ങളൊന്നും പ്രാക്ടിക്കലല്ല എന്നുള്ളത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അവരുടേതായ രീതിയിലുള്ള സ്വജനപക്ഷപാത പരിപാടികളുമായി മുന്നോട്ട് പോയാൽ അവർക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരിയ വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത്. അതിന്റെ കാരണങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഥമദൃഷ്ട്യാ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ചില കാരണങ്ങളുണ്ട്. കാരണം വർഗീയ ശക്തികളുടെ കൂട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് എന്ന് റിസൾട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. SDP ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെയുള്ള കക്ഷികളുമായിട്ടുള്ള ഒരു ബാന്ധവം അവിടെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പള്ളിക്കുന്ന് പഞ്ചായത്തിലെ 2 ഡിവിഷനുകളിൽ BJP അവിടെ ജയിച്ചു. അവിടെ CPM-ന്റെ വോട്ട് എത്രയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ അവിടെ BJPക്ക് കിട്ടേണ്ടതായിട്ടുള്ള വോട്ടുകൾ ആ അസംബ്ലി മണ്ഡലത്തിൽ സത്യത്തിൽ കിട്ടിയിട്ടില്ല. 5000 വോട്ടിന്റെ ഭൂരിപക്ഷം തൊട്ടടുത്തുള്ള കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ BJPക്ക് ലഭിക്കുമ്പോൾ 2000 വോട്ട് മാത്രമേ ഉള്ളൂ. BJP 2 കോർപ്പറേഷൻ സീറ്റുകൾ പിടിച്ചെടുത്ത അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ പള്ളിക്കുന്ന് പഞ്ചായത്തിൽ ആണ് 2 സീറ്റ് പിടിച്ചത്. അവിടെ 2000-ന്റെ അടുത്ത ഭൂരിപക്ഷം വോട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. കണ്ണൂരിൽ 5000 വോട്ട് കൂടിയാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പുറത്ത് നോക്കുമ്പോൾ 2000 വോട്ടിന്റെ മാത്രമേ കൂടുതലുള്ളൂ. അവിടെയാണ് 2 അസംബ്ലി, കാരണം 3 സീറ്റ് BJP നേടിയിരിക്കുന്നതും ഈ അഴീക്കോട് അസംബ്ലി മണ്ഡലത്തിലാണ്. അങ്ങനെ BJP നേടി 3 സീറ്റാണ്. ആ 3 സീറ്റ് കോർപ്പറേഷൻ നേടിയ അഴീക്കോട് അസംബ്ലി മണ്ഡലത്തിൽ BJPക്ക് 2000 വോട്ട് മാത്രമാണ്. ഇപ്പുറത്ത് BJPക്ക് കൂടിയിരിക്കുന്നത് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ 5000 വോട്ട് കൂടിയിട്ടുണ്ട്. ഞങ്ങളിത് ഇപ്പൊ പറയുന്നതല്ല, ഞങ്ങൾ ഇലക്ഷന് മുമ്പേ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് BJPയും CPM തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുൻകൂറായിട്ട് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ആ ഒരു നേരിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഇവിടെ
ഇത് കഴിഞ്ഞ തവണ 6700 ചില്ലറ വോട്ടിന് വിജയിച്ചെടുത്ത് 300 ചില്ലറ വോട്ടിനാണ് ചേലേരി തോക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചേലേരി. ഈ വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഐക്യ ജനാധിപത്യ മുന്നണിയെ ഈ ഗംഭീരമായ വിജയത്തിലേക്ക് എത്തിച്ച മുഴുവൻ ആളുകൾക്കും ഐക്യ ജനാധിപത്യ മുന്നണി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി. മുസ്ലിം ലീഗ് മത്സരിച്ച 2 സീറ്റുകളിൽ പരാജയപ്പെട്ടതിനെപ്പറ്റി പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരി പറഞ്ഞു. കേരളത്തിലെ പൊതുവിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും CPM-ന്റെ അടിത്തറ ഇളകി എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് UDF-നുണ്ടായത്. അതിലെ UDF-ന്റെ കൂടെ നിന്ന എല്ലാ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരോടും സമ്മതിദായകരോടും ഹൃദയംഗമായ നന്ദി പറയുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ 7 സീറ്റുകളെങ്കിലും UDF-ന് ലഭിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. കണ്ണൂരും പേരാവൂരും ഇരിക്കൂറും അതിന്റെ കൂടെ അഴീക്കോടും കൂത്തുപറമ്പും തളിപ്പറമ്പും പയ്യന്നൂരും കൂടി ചേരുമ്പോൾ 7 സീറ്റുകൾ എന്നുള്ള കണക്ക് അത് ഏറെക്കുറെ പ്രാവർത്തികമാകും എന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്നാൽ കൂത്തുപറമ്പിലെയും അഴീക്കോട്ടെയും UDF-ന്റെ പരാജയം അതിലൊരു നേരിയ വ്യതിയാനം ഉണ്ടാക്കി. എങ്കിൽ പോലും ജില്ലയിൽ 5 സീറ്റുകൾ UDF നേടിയെടുത്തു എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പയ്യന്നൂരും തളിപ്പറമ്പും UDF വിജയിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിലും UDF പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1970 CP ഗോവിന്ദൻ നമ്പ്യാർ തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതിന് ശേഷം അവിടെയും UDF ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടങ്ങളിലാണ് UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച 2 സ്വതന്ത്രർ വിജയിച്ചു വന്നത്. CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളുള്ള അവരുടെ തട്ടകങ്ങളായ ഈ 2 നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയം അത് CPM-ന്റെ അണികളടക്കം വളരെ വ്യാപകമായി അവരുടെ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത്. കൂത്തുപറമ്പിലെ പരാജയം വളരെ നേരിയ വോട്ടിനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ പാർട്ടി മത്സരിച്ചിട്ടുള്ള 2 സീറ്റുകളിലും പരാജയപ്പെട്ടു. അതിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ തീർച്ചയായും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് സ്വന്തമായി നടത്തുന്നുണ്ട്. അതോടൊപ്പം UDF നടത്തും. തെറ്റുകൾ തിരുത്തി വരാനിരിക്കുന്ന ഭാവിയിൽ ഈ നിയോജക മണ്ഡലങ്ങൾ അടക്കം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷമൊക്കെ UDF-ന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച മാധ്യമപ്രവർത്തകർക്കൊക്കെ നന്ദി പറയുകയാണ്. കൂത്തുപറമ്പിലെ പരാജയത്തിന്റെ പ്രാഥമിക കാരണം എന്ന് പറഞ്ഞത് UDF-ന് വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അത് CPM-ന്റെ LDF-ന്റെ സീറ്റ് തന്നെയാണ് കൂത്തുപറമ്പിലെ സീറ്റ്. അതെന്താണ് അവിടെ സംഭവിച്ചതെന്നത് സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള പഠനം നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. UDF-ന്റെ വോട്ടിംഗ് ഷെയർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്
വോട്ടിംഗ് ഷെയർ കൂടുകയാണ് ഉണ്ടായത്. ഇത്തവണ എനിക്ക് അഴീക്കോട് ലഭിച്ച വോട്ട് 64,602 വോട്ടാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 64,951 വോട്ടാണ്. അവിടെയാണ് 347 വോട്ടുകൾക്ക് 49 വോട്ടുകൾക്ക് UDF പരാജയപ്പെടുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM ഷാജിക്ക് അഴീക്കോട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് 59,653 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 4,949 വോട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികം നേടി എന്നുള്ളതാണ് അതിന്റെ കണക്ക്. 2021 അവിടെ LDF സ്ഥാനാർത്ഥിയായിരുന്ന സുമേഷിന് ലഭിച്ച വോട്ട് 65,794. ആ വോട്ട് 843 വോട്ടിന്റെ കുറവ് വന്നു എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുക. ഇവിടെ വോട്ടിങ്ങിന്റെ കണക്കുകൾ നോക്കുമ്പോൾ EVM വോട്ടിൽ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും തമ്മിലുള്ള അന്തരം വെറും 2 വോട്ടാണ്. 2 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി EVM വോട്ടിൽ മുന്നിട്ട് നിൽക്കുന്നത്. പോസ്റ്റൽ ബാലറ്റ് കൂടി വന്നു ചേർന്നപ്പോഴാണ് ഈ പറയപ്പെട്ട 349 വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചത്. അവിടെ പല ബൂത്തുകളിലും കള്ളവോട്ടുകൾ നടന്നു എന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ BJPയുമായിട്ടുള്ള ഡീല്. SDPI നിയോജകമണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും പരസ്യമായി LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയും അവരുടെ അനുഭാവികളെ കൊണ്ടുപോലും ഓപ്പൺ വോട്ട് ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത എല്ലായിടങ്ങളിലും നമ്മൾ കാണുകയുണ്ടായി. വളരെ ജനകീയനായ MLA എന്ന് പറഞ്ഞ് അതിന്റെ ഒരു പരിവേഷത്തോടുകൂടി രംഗപ്രവേശനം ചെയ്ത് തീവ്രവാദ സംഘടനയായിട്ടുള്ള SDPI ഉൾപ്പെടെ BJP ഉൾപ്പെടെ വർഗീയ സംഘടനയായിട്ടുള്ള BJP ഉൾപ്പെടെ എല്ലാവരുടെയും വോട്ടുകൾ വാങ്ങി വിജയിച്ചത് സത്യത്തിൽ അത് എത്രമാത്രം വലിയ വിജയമാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി കണ്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞങ്ങളത് പറഞ്ഞതാണ്. DYFIയുടെ നേതൃത്വത്തിൽ പരസ്യമായി മതം പറയുന്ന വർഗീയവാദിക്ക് വോട്ടില്ല എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചതും ബാനറുകൾ കെട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കൃത്യമായി വേറൊരു രൂപത്തിൽ വർക്കൗട്ട് ചെയ്യാൻ CPM ശ്രമിച്ചു എന്നുള്ളതുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം. ഏതായാലും അഴീക്കോട്ട് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അഴീക്കോട്ടെ വോട്ടർമാരുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള അങ്ങേറ്റത്തെ ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. തീർച്ചയായും പരാജയപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളും ഈ മുന്നണിയുടെ ഭാഗം എന്നുള്ള നിലയിൽ തുടർന്നും അവർ മത്സരിച്ചിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിൽ സജീവമായി ഉണ്ടാകും. പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. അങ്ങനെ വർദ്ധിത വീര്യത്തോടുകൂടി പരാജയപ്പെട്ടിടങ്ങളിൽ വിജയം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളുമായി മുസ്ലിം ലീഗ് പാർട്ടി മുന്നോട്ട് പോകും, UDF മുന്നോട്ട് പോകും. പക്ഷേ ഈ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു കാര്യം? ജില്ലയിൽ UDFന് ഗംഭീര വിജയം സമ്മാനിച്ച ജനങ്ങളോട് നേതാക്കൾ നന്ദി അറിയിച്ചു. UDF ജില്ലാ ചെയർമാൻ PT മാത്യു, CMP ജില്ലാ സെക്രട്ടറി P സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.